ശാലിനിയുടെ കയ്യിൽ മൈലാഞ്ചി ഇടുകയാണ് ശാരദാമ്മ. ഇനി ആ കൈ എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് വലത് കൈയിൽ വേണ്ട. കൈ പിടിച്ച് ശാരദാമ്മ പറയുകയാണ് അതൊന്നും പോരാ, കൈ ഇങ്ങെടുക്ക്. ഇനി ഈ രണ്ട് കൈകളിലും ഒരുമിച്ച് മൈലാഞ്ചി ഇടുന്നത് നിന്റെ ഈ ചേച്ചിയുടെ കല്യാണത്തിനായിരിക്കും. അത് കേട്ട് ശ്യാമ പറയുകയാണ് ചേച്ചിയുടെ കല്യാണത്തിന് ട്യൂബ് മൈലാഞ്ചി വാങ്ങിയാൽ മതി, ചേച്ചിക്ക് ഇഷ്ടം അതാണ്. ശാരദാമ്മ പറയാണ് അപ്പോൾ ട്യൂബ് മൈലാഞ്ചി ഒന്നും തപ്പിപ്പോകാൻ നമുക്ക് സമയമുണ്ടാകില്ല, ഈ മുറ്റം നിറയെ ആൾക്കാരുണ്ടാകും, മെഹന്തിയൊക്കെ നേരത്തെ വേണം ഇടാൻ. ഇതൊക്കെ കേട്ട് ശാലിനി പറയുകയാണ് ചത്തു കിടന്നാൽ പോലും ചോദിക്കാൻ പറയാനും ആരുമില്ലാത്ത നമ്മൾക്ക് എവിടെന്നാ അമ്മേ നമുക്ക് ചേച്ചിയുടെ കല്യാണത്തിന് മുറ്റം നിറയെ ആൾക്കാരുണ്ടാകുന്നത്. അത് കേട്ട് ശാരികയുടെ മുഖം പാടുമ്പോൾ ശാരദ പറയുകയാണ് അതൊക്കെ നിന്റെ തോന്നലാണ്, നിന്റെ അച്ഛന്റെ പാതി ബന്ധുക്കൾ വന്നാൽ മതി, ഈ മുറ്റം മാത്രമല്ല ഈ വഴി തന്നെ പാതി നിറയുമെന്ന് ഉറപ്പാണ്. അത് കേട്ട് ദേഷ്യപ്പെട്ട് മൈലാഞ്ചി ഇട്ടോണ്ടിരുന്ന കൈ മാറ്റിയ ശേഷം ശാലിനി പറയുകയാണ് ഓ അപ്പോ അത് ശരി, അപ്പോ ഇതിനായിരുന്നല്ലേ മൂന്ന് മക്കളെയും അടുത്ത് പിടിച്ചിരുത്തി മൈലാഞ്ചി ഇടാൻ തുടങ്ങിയത്. കെട്ടിയവനെ ന്യായീകരിക്കാനെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശാലിനി. അച്ഛനില്ലാതെ എങ്ങനെയാ മോളെ മക്കളുടെ കല്യാണം നടക്കുന്നത്? അച്ഛനില്ലാതെയും പല മക്കളുടെയും കല്യാണം നടക്കുന്നുണ്ട്, എന്നാലും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അതിനൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലേ? ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ് ഒരു നാട്ടു നടപ്പും ഇല്ല, അതിന് മനസ്സുള്ളവൻ മാത്രം കെട്ടിയാൽ മതി എന്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി. ശാരി ചേച്ചിയുടെ കല്യാണം ഞാൻ നടത്തും അച്ഛനില്ലാതെ, അതിന് തയ്യാറുള്ള ചെറുക്കനെ കൂടി കിട്ടണം, ഒരുത്തനെ കിട്ടിയില്ലെങ്കിൽ അടുത്തവനെ നോക്കും. അതൊന്നും അത്രയ്ക്ക് എളുപ്പമല്ല മോളെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ് ശാലിനി. മതി നിർത്ത് എന്ന് പറഞ്ഞ ശേഷം ശാരദയുടെ കൈ ശാലിനിയുടെ തലയിലേക്ക് എടുത്തു വെക്കുകയാണ് ശാലിനി. എന്നിട്ട് ശാലിനി പറയുകയാണ് ദേ ഈ ത്രിസന്ധ്യ സമയത്ത് ഞാൻ പറയുകയാണ്, ഇനി ഈ കാര്യം പറഞ്ഞ് ആ വൃത്തികെട്ടവന്റെ മുറ്റത്ത് എന്റെ അമ്മ കാലു ചവിട്ടിയാൽ 10-20 വർഷം മുമ്പ് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു പോയ ഭർത്താവാണോ, ജനിച്ച നാൾ മുതൽ അമ്മയെ കണികണ്ട ദൈവമായി കൊണ്ടു നടന്ന മകളാണോ വലുതെന്ന് ശാരദാമ്മയ്ക്ക് തീരുമാനിക്കാം. അത്രയും പറഞ്ഞ് അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോവുകയാണ് ശാലിനി. തിരിഞ്ഞു നിന്ന ശേഷം ശാലിനി പറയുകയാണ് കൂടെ ഉറക്കിയ പെണ്ണിനെ തെരുവിലേക്ക് ഇറക്കി വിടുന്നവനല്ല, കൂടെ ചേർത്ത് പിടിച്ച് വീട് ഒരുക്കി കൊടുക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. അല്ലാത്തവൻ കെട്ടുന്നത് വെറും താലിയല്ല, അത് വെറും ചങ്ങലയാണ്. കാലിലാണെങ്കിൽ ഒരു അന്തസ്സെങ്കിലുമുണ്ട്, ഇതിപ്പോ കഴുത്തിലായി പോയില്ലേ, അതുകൊണ്ടാണ് നമുക്കെല്ലാം ശ്വാസം മുട്ടുന്നത്. നോക്കിക്കോ കൊടുക്കുന്നുണ്ട് ഞാൻ അയാൾക്ക്. വീടൊഴിപ്പിക്കാനും ചട്ടിയും കലവും പൊട്ടിക്കാൻ നോക്കിയതിനും കോടതി വരാന്ത നിരങ്ങും ശ്രീ ഗോപാലകൃഷ്ണൻ, ഇത് ഞാൻ ഉറപ്പിച്ചതാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലമാണ്. അവിടെ നടയടച്ച് തിരുമേനിയും കുറച്ച് ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഓടിച്ചെല്ലുകയാണ് ശാരദാമ്മ. തിരുമേനി പറയുകയാണ് അയ്യോ നടയടച്ചല്ലോ. എന്തു പറ്റി ശാരദാമ്മ ഈ സമയത്ത്? ഞാനൊന്ന് തൊഴുതോട്ടെ, വിരോധമില്ലെങ്കിൽ. എന്ത് വിരോധം? അമ്പലം കെട്ടിയിരിക്കുന്നത് മനുഷ്യർക്ക് തൊഴാനല്ലേ, ശാരദാമ്മയ്ക്ക് തൊഴാം പ്രാർത്ഥിക്കാം, ഒരു വിരോധവും ഇല്ല. വേറൊരാൾ ചോദിക്കുകയാണ് അല്ല തിരുമേനി ഇപ്പോൾ നടയടച്ച സ്ഥിതിക്ക് ഇവിടത്തെ നടയടച്ചു, പക്ഷെ 5 നിമിഷം മുമ്പ് ആ ഉള്ളിൽ കണ്ട ചൈതന്യത്തെ കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ കാണാനും പ്രാർത്ഥിക്കാനും കഴിയില്ലേ മേനോൻ അദ്ദേഹത്തിന്? അത് കഴിയും, എന്നും കാണുന്ന രൂപമല്ലേ, മറക്കാൻ പറ്റുമോ? ഈ മതിൽക്കെട്ടും തൂണുകളും വാതിലുകളുമൊക്കെ വെറും ഒരു അലങ്കാരമാണ്, വേണമെങ്കിൽ ഭക്തർക്ക് ഒത്തുചേരാനുള്ള ഒരു സ്ഥലമാണെന്നിതിനെ പറയാം. പക്ഷേ ചൈതന്യവും പ്രാർത്ഥനയും മനസ്സിലാണ്. അതിന് ജനൽവാതിലുകൾ ഇല്ല, എപ്പോഴും എവിടെ വച്ചും തൊഴാം പ്രാർത്ഥിക്കാം, അതാണ് തിരുമേനി ഉദ്ദേശിച്ചതും. ശാരദാമ്മ തൊഴുതോളൂ, വേണമെങ്കിൽ അത് കഴിഞ്ഞ് അല്പനേരം ഇവിടെ ഇരുന്ന് ജപിക്കുകയും ചെയ്യാം, ആരും ഒരു ശല്യവും ചെയ്യില്ല. എന്നാ പിന്നെ നടക്കട്ടെ എന്നും പറഞ്ഞ് അവരൊക്കെ പോവുകയാണ്. അടച്ചിട്ടിരിക്കുന്ന ശ്രീകോവിലിന് മുൻപിൽ നിന്ന് ശാരദാമ്മ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ശാലിനിയാണ്. അവിടേക്ക് ശ്യാമയും ശാരികയും എത്തുകയാണ്. ശ്യാമ വിളിക്കുകയാണ് കുഞ്ഞേച്ചി. എന്താ അമ്മ മുറിയിലില്ല? മുറിയിലില്ലെങ്കിൽ ബാത്റൂമിലോ അടുക്കളയിലോ കാണും, ഇതൊക്കെ എന്നോട് വന്ന് പറയുന്നത് എന്തിനാണ്? അന്നേരം ശാരിക പറയുകയാണ് നീ കാരണം അമ്മ ഇറങ്ങി പോയത് കൊണ്ട്. ശ്യാമ ആദ്യം എന്നോടാണ് വന്ന് പറഞ്ഞത്, ഞാൻ അവളോടൊപ്പം ഈ വീട് മുഴുവൻ അന്വേഷിച്ചു, അമ്മ ഈ കോമ്പൗണ്ടിൽ ഇല്ല. പരിഭ്രമിച്ച ശാലിനി ചോദിക്കുകയാണ് അമ്മ പിന്നെ എവിടെ പോകാൻ? അതിനുത്തരം നീ പറയണം. ഓർമ്മയുണ്ടല്ലോ സന്ധ്യ മയങ്ങിയപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു നമ്മൾ 3 പേരും, നീയാണ് ആ സന്തോഷം തല്ലിക്കെടുത്തിയത്. ചേട്ടാ ഞാനിതെന്ത് ചെയ്തെന്നാണ് ചേച്ചി പറയുന്നത്? ശ്യാമ പറയുകയാണ് അമ്മ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞേച്ചി മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, എന്തിനാ ഒരു ആവശ്യവുമില്ലാതെ വെറുതെ ഇങ്ങനെ? ദേ ശ്യാമേ നിനക്കൊന്നും അറിഞ്ഞുകൂടാ, നീ അനുഭവിച്ചിട്ടും ഇല്ല, അറിഞ്ഞതും കണ്ടതുമൊക്കെ ഇവിടെ മറ്റുള്ളവരാണ്. അന്നേരം ശാരിക പറയുകയാണ് മതി, ഇനിയും ചരിത്രം പറയാനും യുദ്ധം പ്രഖ്യാപിക്കാനും ഒന്നും തുനിയണമെന്നില്ല, ഇപ്പൊ അറിയേണ്ടത് അമ്മ എവിടെ ഉണ്ട് എന്നുള്ളതാണ്. എനിക്കൊരു ഊഹമുണ്ട്, ഞാൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം, നീ ശ്യാമയെയും കൂട്ടി ഇവിടെ ഇരുന്നാൽ മതി. ശ്യാമ ചോദിക്കുകയാണ് വല്യേച്ചിക്ക് അറിയാമോ അമ്മ എവിടെയുണ്ടെന്ന്? പറ വല്യേച്ചി, എവിടെയാ നമ്മുടെ അമ്മ ഇപ്പോ? എനിക്ക് അമ്മയെ കാണണം, ഇവിടെ ഉണ്ടെന്ന് പറയാൻ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന ശാരദാമ്മയാണ്. ശാരദാമ്മ ഗോപാലകൃഷ്ണൻ അന്ന് തന്നെ പുറത്താക്കിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അന്നേരം അമ്പലത്തിലേക്ക് ശ്യാമയും ശാരികയും ശാലിനിയും എത്തുകയാണ്. അമ്മയെന്ന് വിളിച്ച് ശ്യാമ പെട്ടെന്ന് ചെന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്.
ശാരികയും അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ ശാലിനി മടിച്ചു തന്നെ നിൽക്കുകയാണ്. ശാരിക ചോദിക്കുകയാണ്, അമ്മ എന്തായി ചെയ്തത്? ഇങ്ങോട്ട് വരാനും ഇവിടെ ഇരിക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ എന്നോടൊരു വാക്ക് പറയാത്തതെന്താ? നമ്മൾ എന്തുമാത്രം പേടിച്ചെന്നോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഞങ്ങളെ. കേട്ട് ശാലിനി പറയുകയാണ്, ഞങ്ങളെ എന്ന പ്രയോഗം വേണ്ട. എന്തിനായി പോയി നാടകം കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സെന്റി അടിച്ചു ഞാൻ അയാളെ വെറുതെ വിടുമെന്നാണ് വിചാരിച്ചതെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ആനപ്പകയെന്ന് അമ്മ കേട്ടിട്ടുണ്ടോ? ഒരാൾ ഒരു ആനയെ കല്ലെടുത്തെറിഞ്ഞ് മുറിവേൽപ്പിച്ചു. പ്രകോപനവും ഇല്ലാതെ ഒരു രസത്തിന് മുറിഞ്ഞ തുമ്പിക്കൈ കൊണ്ട് ആ കല്ലെടുത്ത് തന്റെ കടവായിൽ സൂക്ഷിച്ചു ആ ആന. 14 വർഷം കഴിഞ്ഞ് എറിഞ്ഞവനെ ഒരു ഉത്സവ സ്ഥലത്ത് വെച്ചാണ് ആ ആന കണ്ടത്. അതേ കല്ല് തുമ്പിക്കൈയിലെടുത്ത് ആ ആന എറിഞ്ഞു അവന്റെ നെഞ്ചു പിളർക്കാൻ. ഞാനൊരാനയല്ല, പക്ഷേ നെഞ്ചിൽ പകയുടെ കല്ലിപ്പ് ഇപ്പോഴുമുണ്ട് ആ മനുഷ്യനോട്. അത് അമ്മയുടെ ഈ ഏകാന്തയാത്രയും കുത്തിയിരിപ്പ് സത്യാഗ്രഹവും അതുകൊണ്ടൊന്നും തീരാൻ പോണില്ല. അഥവാ അങ്ങനെ ഒരു വിചാരം അമ്മയ്ക്കുണ്ടെങ്കിൽ അമ്മ സങ്കടപ്പെടുത്തുന്നത് ഈ പാവം 2 പെൺകുട്ടികളെയാണ്. അവരുടെ കണ്ണീര് അമ്മയ്ക്ക് കാണുണ്ടെങ്കിൽ അമ്മ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. അതിനുശേഷം ശ്യാമയോട് പറയാണ്, വിളിച്ചുകൊണ്ട് വാടി. വെളുക്കാറാവുമ്പോൾ ദേവിക്ക് പുറത്തിറങ്ങി നീരാറാൻ ഉള്ളതാണ്. വെറുതെ വഴിമുടക്കി ഇവിടെ നിൽക്കേണ്ട. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങുന്ന ഗോപാലകൃഷ്ണനെയും രാജേശ്വരിയുമാണ്. രാജേശ്വരി ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്. അന്ന് അമ്പലത്തിൽ ശാരദാമ്മ തിടമ്പെടുത്തതൊക്കെ സ്വപ്നം കാണുന്നു രാജേശ്വരി. പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് രാജേശ്വരി. ഉണർന്ന് എഴുന്നേറ്റ് രാജേശ്വരി കാണുന്നത് ഉറക്കത്തിൽ പിച്ചുമ്പയും പറയുന്ന ഗോപാലകൃഷ്ണനെയാണ്. ഉറക്കത്തിൽ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, കൈ അങ്ങനെയല്ല, ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചാലേ പെട്ടെന്ന് കടൽ കാണാൻ പറ്റൂ. ഈ ടൈറ്റാനിക് ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ്. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് പോയ രാജേശ്വരി ഒരു ബക്കറ്റ് വെള്ളവുമായി തിരികെ വരികയാണ്. എന്നിട്ട് ആ വെള്ളം ഗോപാലകൃഷ്ണന്റെ തലയിലേക്ക് ഒഴിക്കുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റ ഗോപാലകൃഷ്ണൻ പറയണം, അയ്യോ മഴ, കടല്, സുനാമി എന്നൊക്കെ പറയുമ്പോൾ രാജേശ്വരി പറയണം, മഴയും കടലും സുനാമിയൊന്നും ഒന്നും അല്ലടോ. തന്റെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അതൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ഭേദമായിരുന്നു. എന്തുപറ്റി രാജേശ്വരി, എഴുന്നേൽക്കടോ ഇവിടന്ന്. അവളെ അവിടന്ന് കുടിയൊഴിപ്പിക്കുന്ന കാര്യം എന്തായി? ആര് രാജേശ്വരി? അവളെ തന്നെ, ആ ശാരദയെ. ശബ്ദമൊക്കെ കേട്ട് അവിടേക്ക് അനൂപും രാജേശ്വരിയുടെ അനിയനുമൊക്കെ എത്തുകയാണ്. ഗോപാലകൃഷ്ണനെ കണ്ട് ചിരിച്ച് രാജേശ്വരിയുടെ അനിയൻ ചോദിക്കുകയാണ്, എന്തു പറ്റി എളിയാന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, മതി നിർത്തടാ, അവന്റെ ഒരു തമാശ. ദേ നീ അടക്കം എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അവളുടെ കട ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ചട്ടിയും കലവും തുണിയും മണിയും ഒക്കെ വാരി അവളെയും അവളുടെ 3 മക്കളെയും ഈ നാട്ടിൽ നിന്നും ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ നാളെ നേരം വെളുക്കുമ്പോൾ തീരുമാനമായിരിക്കണം. പറ്റുമെന്നും പറഞ്ഞ് അനിയന്റെ പുറത്തേക്ക് ബക്കറ്റ് എറിയുകയാണ് രാജേശ്വരി. എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അവളുടെ 3 പെൺമക്കൾ, ഇയാള്, പിന്നെ നിങ്ങൾ ഓരോരുത്തരും. ഉറക്കമില്ലാത്തത് ആർക്കാ ഇവിടെ? എനിക്ക് മാത്രം. രാജേശ്വരിയുടെ ഈ ദേഷ്യമൊക്കെ കണ്ട് അനു പറയുകയാണ്, അമ്മാവ സീൻ ഡാർക്കാണ്, നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടായി കളയാം. വിട്ടോ പെട്ടെന്ന് പോടാന്നും പറഞ്ഞ് അവർ 2 പേരും അവിടെ നിന്നും പോവുകയാണ്. നിന്ന് രാജേശ്വരി ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? കുടി ഒഴിപ്പിച്ചിരിക്കണം അവരെ. പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ പറയാണ്, അവരിവിടെ നിന്ന് കുടി ഒഴിഞ്ഞു പോയി രാജേശ്വരി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രാജേശ്വരി അനിയനെയും മകനെയും കാണുന്നില്ല. ഗോപാലകൃഷ്ണനും പോകാൻ തുടങ്ങുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, എങ്ങോട്ടാ? എന്നാൽ പിന്നെ ഞാനും അങ്ങോട്ട്. ഞാൻ തല തോർത്തി നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. നിങ്ങളിപ്പോ അങ്ങനെ കിടന്ന് ഉറങ്ങണ്ട. ശാരദയും മക്കളെയും കുടി ഒഴിപ്പിച്ചിട്ട് ഇനി ഈ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. പുറത്ത് ഇറങ്ങിപ്പോകാൻ. അതിനുശേഷം ഗോപാലകൃഷ്ണനെ മുറിക്ക് പുറത്താക്കി കഥ കടക്കുകയാണ് രാജേശ്വരി. പുറത്തിറങ്ങിയ ഗോപാലകൃഷ്ണന്റെ അടുത്ത് വന്ന് രാജേശ്വരിയുടെ അളിയ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ പേടിക്കുകയാണ്. അളിയ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഞാൻ സിനിമയിലെ ജാക്കിനെ പോലെ ടൈറ്റാനിക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ പോകുമായിരുന്നടാ. അപ്പോ റോസിനെ പോലെ ഒരു പെൺകുട്ടി ഇങ്ങനെ കൈയൊക്കെ വിരിച്ചു പിടിച്ച് എന്റെ മുന്നിലുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോഴാണ് കപ്പൽ ഒരു മഞ്ഞുമലയിൽ ചെന്നിടിച്ചത്. ഈ ഗതിയായി. പെട്ടെന്ന് രാജേശ്വരിയുടെ അനിയൻ ചോദിക്കണം, അപ്പോ ആ റോസിന്റെ മുഖം ഓർമ്മയുണ്ടോ അളിയന്? ഇല്ലടാ, ഒരു ഓർമ്മയും കിട്ടുന്നില്ല എനിക്ക്. അപ്പോ ചേച്ചി പറഞ്ഞ പോലെ ജാക്ക് കുറച്ചു നേരം വെള്ളത്തിൽ തന്നെ കിടക്ക്. അപ്പൊ ഓർമ്മയും ബുദ്ധിയും ഒക്കെ തെളിഞ്ഞു വന്നോളും. മനുഷ്യനെ മെനക്കെടുത്താൻ റോസിനെ മറന്നേക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അനിയൻ. ബാലകൃഷ്ണൻ പറയാണ്, എന്നെ ഇപ്പൊ മുറിയിൽ നിന്നും പുറത്താക്കി. നാളെ വീട്ടിൽ നിന്നും പുറത്താകേണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാൻ പറ്റും അവരെ പുറത്താക്കാൻ? ഇതൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. പിന്നീട് കാണിക്കുന്നത് രാവിലെ കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ശാരദാമ്മ ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്. അവിടേക്ക് ശ്യാമ വന്ന് പറയുകയാണ്, ദേ അമ്മേ, യൂണിഫോം കിട്ടി. പക്ഷെ ഒരു ജോഡി കൊണ്ട് ഒരാഴ്ച കഴിയാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. മാത്രമല്ല പഴയ ഷൂവിന്റെ ഷോളും കീറിയിരിക്കുകയാണ്. ശാരദാമ്മ പറയാണ്, കുറച്ചു ദിവസം കൂടി ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോളെ. അഡ്ജസ്റ്റ്മെന്റ് എന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പെട്ടെന്ന് അവിടേക്ക് കാറിൽ ഒരാൾ എത്തുകയാണ്. ശ്യാമ ചിരിച്ചുകൊണ്ട് പറയാണ്, ദേ അർജുനേട്ടൻ.
അന്നേരം എല്ലാവരും അർജുന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അർജുൻ ചോദിക്കുകയാണ്, എന്താ സുഖമാണോ? സുഖമായിരിക്കുന്നേട്ടാ. ശാരദാമ്മ ചോദിക്കണം, അർജുൻ എങ്ങനെയാ ഈ തിരക്കിനിടയിൽ? നമ്മളെയൊക്കെ കാണാനുള്ള സമയമൊക്കെ കിട്ടിയോ? തിരക്കൊക്കെ ഉണ്ട്. ഇന്ന് തിരിയാൻ പറ്റാത്ത കേസുകളാണ് കോടതിയിൽ. മന്ത്രിമാര്, മഹാന്മാര്, കൊട്ടേഷൻകാര് എല്ലാവരും മുട്ടിൽ നിന്ന് കുമ്പസരിക്കേണ്ട കേസുകളാണ്. ചിലപ്പോ ഇവരൊക്കെ സംരക്ഷിക്കേണ്ട പോലീസുകാരും ജഡ്ജിമാരും വരെ. സത്യം പറഞ്ഞ ഈ അർജുൻ ശങ്കറിന് കേസിനൊരു പഞ്ഞവും ഇല്ല. പക്ഷെ ഒന്നുണ്ട്, എന്നും നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്താണ്. അത് മറികടക്കാൻ നോട്ടുകൊണ്ട് തുലാഭാരം നടത്തിയാലും അഡ്വക്കേറ്റ് അർജുൻ ശങ്കർ ഇളകില്ല. ഇല്ല, ആരാ മോളെ, ഇവിടെ ഏതോ കൊട്ടേഷൻകാർ വന്ന് ശല്യമുണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അത് എന്ന് പറഞ്ഞ് ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശാരദാം പറയണം, വന്നേ മോനെ, വന്ന കാല് പുറത്തു നിൽക്കാതെ അകത്തേക്ക് കയറി വല്ലതും കഴിക്കാൻ നോക്ക്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.